സുഹൃത്തുക്കളെ, മഷൂദാണ്. നിങ്ങൾ UAE ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി വേറൊരു കമ്പനിയിലോട്ടേക്ക് മാറുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി വിസ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഒരുപാട് പേർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലി വിസ ക്യാൻസൽ ചെയ്യാതെ തന്നെ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് പുതിയ കമ്പനിയിലോട്ടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് അധിക പേർക്കും അറിയാമെങ്കിലും അതിന്റെ പ്രൊസീജിയേഴ്സോ റിക്വയർഡ് ഡോക്യുമെന്റ്സോ അതിനുള്ള പേയ്മെന്റ്സിനെ കുറിച്ചോ അധിക പേർക്കും വലിയൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫാമിലി വിസ ഹോൾഡ് ചെയ്യാനുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ പുതിയ കമ്പനിയിൽ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന പുതിയ കമ്പനിയുടെ ഓഫർ ലെറ്റർ ആണ്. അതിൽ സാലറി മിനിമം 4,000 അതിൽ കൂടുതലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ കമ്പനി പുതിയതായിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന പുതിയ കമ്പനി സെയിം എമിറാത്തിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ നിലവിൽ ദുബായ് എമിറാത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പുതിയ കമ്പനിയും ദുബായ് എമിറാത്തിൽ തന്നെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഫാമിലി വിസ ഹോൾഡ് ചെയ്താൽ റീഫണ്ട് എമൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഫാമിലി വിസ ഹോൾഡ് ചെയ്താൽ 60 ദിവസത്തെ ടൈം പീരീഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ഇന്നാണ് ഫാമിലി വിസ ഹോൾഡ് ചെയ്തതെങ്കിൽ ഇന്നു മുതൽ 60 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴത്തെ കമ്പനിയുടെ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ കമ്പനിയുടെ വിസയുടെ എല്ലാ പ്രൊസീജിയറും, അതായത് ഇൻക്ലൂഡിങ് മെഡിക്കൽ, എമിറേറ്റ്സ് ഐഡി, സ്റ്റാമ്പിംഗ്, ഫൈനൽ സബ്മിഷൻ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അൺഹോൾഡ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതായത് റീഫണ്ടിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫാമിലി വിസ ഹോൾഡ് ചെയ്യാനുള്ള ചാർജസ് വരുന്നത് 5,000 ദിർഹംസ് ഡെപ്പോസിറ്റ് ചാർജും പ്ലസ് ഗവൺമെന്റ് ചാർജ്, നെക്കുബി ചാർജ് ഒക്കെ ആയിട്ട് കുറച്ച് അഡീഷണൽ ചാർജസ് ആണ് വരുന്നത്. ഇതിൽ 5,000 ദിർഹംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പുതിയ കമ്പനിയുടെ എല്ലാ വിസ വർക്ക്സും കംപ്ലീറ്റ് ആയതിനു ശേഷം റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്.